കോഴിക്കോട് SIS ബാങ്ക് തട്ടിപ്പ് കേസിൽ അന്വേഷണം ഊർജിതം. സ്ഥാപനത്തിൻ്റെ വിവിധ ശാഖകളിൽ പരിശോധന തുടരുകയാണ്. ഒന്നാം പ്രതി വസീം തൊണ്ടിക്കോടൻ ഒളിവിലായിരിക്കുന്നു. ടി സിദ്ദീഖ് MLA ഭാര്യ ഷറഫുന്നീസയാണ് കേസിലെ 4ാം പ്രതി. ഇപ്പോൾ ദീപക് തർമ്മണം കോഴിക്കോട് നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. ദീപക്, ഗുഡ് മോർണിംഗ്. പറയൂ വിശദാംശങ്ങൾ. വെരി ഗുഡ് മോർണിംഗ് എസ് കെ. ഈ കേസിൽ മുഖ്യപ്രതി വിദേശത്തേക്ക് കടന്നു എന്നുള്ളതാണ് പോലീസിൻ്റെ വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെ കേസിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിക്കാൻ വേണ്ടി പോലീസ് തലപ്പത്തു നിന്നും തീരുമാനിച്ചിരിക്കുന്നു. ഇതൊരു വലിയ തട്ടിപ്പാണ്, ആസൂത്രിതമായ തട്ടിപ്പാണ്. ഈ ബാങ്കിൻ്റെ പേര് തന്നെ വ്യാജമായി, അതായത് സ്വിസ് ബാങ്ക് എന്നുള്ള പേര് വ്യാജമായി തോന്നിക്കുന്ന വിധത്തിലുള്ള ഒരു ധനകാര്യ സ്ഥാപനം തട്ടിപ്പിന് വേണ്ടി തന്നെ ഉണ്ടാക്കിയത് എന്ന് പോലീസ് ഇപ്പോൾ സംശയിക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ. ഇന്നലത്തെ റെയ്ഡിൽ നിർണായകമായ ചില രേഖകൾ ലഭിച്ചിട്ടുണ്ട്. മറ്റ് ചില സ്റ്റാഫ് അംഗങ്ങളിൽ നിന്നും ചില രേഖകൾ കൂടി പോലീസ് കണ്ടെടുത്തിരിക്കുന്നു. ഏതായാലും ഇതിന് രാഷ്ട്രീയ പ്രാധാന്യം വന്നിരിക്കുന്നത് ഇന്നലെ ടി സിദ്ദീഖിൻ്റെ ഭാര്യ ഷർഫുന്നീസ ഈ കേസിൽ 4ാം പ്രതി ആയതോടുകൂടിയാണ്. എന്നാൽ ഈ കേസ് രാഷ്ട്രീയ പ്രേരിതമാണെന്ന് ടി സിദ്ദീഖും ഇന്നലെ വാർത്താ സമ്മേളനം നടത്തി പറഞ്ഞിരിക്കുന്നു. പക്ഷേ പോലീസ് തലപ്പത്തു നിന്നും പറയുന്നത് ആരുടേത് എന്നുള്ളതോ ആര് എന്നുള്ളതോ നോക്കുന്നില്ല. ഇതിൽ കൃത്യമായി ആരൊക്കെ ഇൻവോൾവ് ചെയ്തിരിക്കുന്നു അവരെയൊക്കെ കണ്ടെത്താനുള്ള ശ്രമമാണ് പോലീസ് നടത്തുന്നത് എന്നുള്ളതാണ്. എന്നാൽ മുഖ്യപ്രതി വസീഫ് ഇപ്പോൾ വിദേശത്താണ് എന്നുള്ളതും കൂടി പോലീസ് സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ഇനി അന്വേഷണം കൂടുതൽ മേഖലകളിലേക്ക് വ്യാപിപ്പിക്കും. ഇതിലേറ്റവും നിർണായകമായ കാര്യം, രജിസ്ട്രാർ ഓഫ് കമ്പനീസിന് പോലീസ് കത്തെഴുതാൻ പോകുന്നു. രജിസ്ട്രാർ ഓഫ് കമ്പനീസിനെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് അവരുടെ അടുത്തു നിന്നുള്ള വിവരശേഖരണം കൂടി ഈ കേസിൻ്റെ അന്വേഷണത്തിൻ്റെ ഭാഗമാക്കാൻ വേണ്ടി പോലീസ് തലപ്പത്തു നിന്നും തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നമുക്കറിയാൻ സാധിച്ചത്. ഇന്ന് തന്നെ മിക്കവാറും പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചേക്കും. SK 24 അഞ്ചിന്റെ വജ്രത്തിളക്കം.